ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനം സങ്കീർത്തനം 9:10 വാക്യം. സങ്കീർത്തനം 9:10 വാക്യം. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 9ാമത്തെ സങ്കീർത്തനം. തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദാവീദ് ഇപ്രകാരം പറയുന്നു: യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. നാം ആരെയാണ് അന്വേഷിക്കുക? നാം എന്തിനെയാണ് അന്വേഷിക്കുന്നത്? നമ്മുടെ അന്വേഷണം എങ്ങനെയാണ്? നാം ഒന്ന് വിലയിരുത്തുന്നത് ഏറെ നന്നായിരിക്കും. ദൈവത്തെയാണ് നാം അന്വേഷിക്കുന്നത് എങ്കിൽ, സർവശക്തനായ ദൈവത്തെയാണ് നാം തേടുന്നത് എങ്കിൽ, ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെ, തള്ളിക്കളയാത്ത ഒരു ദൈവത്തെ നമുക്ക് അനുഭവിക്കാനായി കഴിയും എന്നുള്ളതാണ്. ഒരു മനോഹരമായ വിശുദ്ധ വാരത്തിൽ നാം ആയിരിക്കുന്നു. ക്രൂശിലേക്കുള്ള യാത്രയെ ധ്യാനിക്കുകയും ക്രൂശിലേക്കുള്ള യാത്രയെ മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്ന പ്രത്യേക ദിനങ്ങൾ. നമ്മുടെ അന്വേഷണത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. ഞാൻ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുക. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തെ തേടുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിങ്കിലേക്കാണ് തിരിയുന്നത് എങ്കിൽ, നമ്മുടെ അന്വേഷണങ്ങളും നമ്മുടെ ആവശ്യങ്ങളും അത് ദൈവത്തിങ്കിലേക്കാണ് തിരിയുന്നതെങ്കിൽ, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ, ഒരിക്കലും ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാനായി കഴിയും എന്നുള്ളതാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സർവശക്തനായ ദൈവത്തെ അന്വേഷിച്ചും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മനുഷ്യർ തള്ളിക്കളയും, എന്നാൽ തള്ളിക്കളയാത്ത ഒരു ദൈവത്തെ, അന്വേഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെ നമുക്ക് അനുഭവിക്കാം. അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമീകരിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒരു നാളും തള്ളിക്കളയാത്ത, ഞങ്ങളെ ഒരു നാൾ ഉപേക്ഷിച്ച് കളയാത്ത സർവശക്തനായ ദൈവമേ, ഈ മനോഹരമായ പ്രഭാതത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങി നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം. യാത്രകളിലും അധ്വാനങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിലും സേവന രംഗങ്ങളിലും ഇടപെടുന്ന എല്ലാ മേഖലകളിലും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ദൈവമേ, നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിശുദ്ധ വാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തെ മാത്രം അന്വേഷിച്ച് ദൈവത്തെ തേടുന്നവരായി ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കലും ഉപേക്ഷിച്ച് കളയാത്ത, ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവത്തെ അനുഭവിച്ചറിയാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞെരുക്കങ്ങളിലും ഭാരങ്ങളിലും കടബാധ്യതയാലും വല്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞെരുക്കങ്ങളെയും കർത്താവ് അകറ്റി സന്തോഷത്തോടും സമാധാനത്തോടും വഴി നടത്തണമേ എന്നപേക്ഷിക്കുന്നു. ഓരോ കുടുംബങ്ങളിൽ ആവശ്യമായിരിക്കുന്ന നന്മകൾ ദൈവം നൽകണം. രോഗാവസ്ഥയാൽ ഭാരപ്പെട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തെ അന്വേഷിപ്പാൻ, ഉപേക്ഷിച്ച് കളയാത്ത, തള്ളിക്കളയാത്ത ഒരു ദൈവത്തെ അനുഭവിപ്പാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണം.
യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.